എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം അവിടുത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ഋഷികേശ് പ്രശാന്ത്, വൈഷ്ണവി ആർ എം എന്ന രണ്ട് കുട്ടികളാണ്. വിസ്മയ ആർ എം ഇന്ന് രാമസന്ധ്യാനാമം ചൊല്ലുന്നുണ്ട്. ആദ്യമായി ഋഷികേശ് പ്രശാന്തിനെയും വൈഷ്ണവിയെയും വിസ്മയെയും അവരുടെ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടെ ക്ഷണിക്കുന്നു. ഋഷികേശ് പ്രശാന്ത് ആദ്യം വന്ന് പ്രാർത്ഥന ചൊല്ലി പ്രഭാഷണം നടത്തുക. അത് കഴിഞ്ഞിട്ട് വൈഷ്ണവി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ സ്മരാമി. യുദ്ധരംഗത്ത് വാനര സൈന്യം ഒന്നാകെ തളർന്നു വീണതോടെ ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായ വിഭീഷണൻ വിഷണ്ണമായി വർത്തിക്കുന്ന എല്ലാവരെയും കണ്ട് വാനര രാജാവിനും വാനര വീരർക്കും ആശ്വാസം ഉണ്ടാക്കത്തക്കവണ്ണം ഇങ്ങനെ പറഞ്ഞു: ആരും ഭയപ്പെടരുത്. ആര്യപുത്രരായ രണ്ടുപേരും അവശരായി ഭവിച്ചു എന്നതിൽ വ്യാകുലരായി മനം കെട്ടുപോകണ്ട. ഇന്ദ്രജിത്തിന്റെ അസ്ത്രജാലം കൊണ്ട് അവർ തളർന്നു വീണു എന്നതും സ്വയംഭുവിന്റെ, അതായത് ബ്രഹ്മാവിന്റെ വചസ്സുകൾ ശിരസാ വഹിക്കലാണ്. അമോഘ വീര്യമായ ആ പരമാസ്ത്രം ബ്രഹ്മാവാണ് ഇന്ദ്രജിത്തിന് നൽകിയത്. അതിനെ ആദരിച്ചും കൊണ്ടാണ് രാജപുത്രന്മാർ യുദ്ധത്തിൽ വീണിട്ടുള്ളത്. അതിൽ ആരും വിഷാദിക്കേണ്ടതില്ല. വിഭീഷണന്റെ ഈ വാക്യം കേട്ട് തീരെ തളർന്ന് അവശനായി കണ്ണുപോലും തുറക്കുവാൻ കഴിയാതെ കിടക്കുന്ന ജാംബവാൻ പറഞ്ഞു: ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ? ഹനുമാൻ ഉണ്ടെങ്കിൽ നാം എല്ലാവരും വീണ്ടും പഴയതുപോലെ ഉന്മേഷവാന്മാരായി മാറും. എവിടെ ഹനുമാൻ? ഹനുമാനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ഹനുമാൻ ജാംബവാന്റെ സമീപമെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഹരിശ്രേഷ്ഠ, വരൂ, വാനരന്മാരെ സംരക്ഷിക്കൂ. ഇപ്പോൾ നിന്റെ പരാക്രമം പ്രദർശിപ്പിക്കേണ്ട കാലമാണ്. മറ്റാരെയും അതിന് ഞാൻ കാണുന്നില്ല. പ്രിയ ഹനുമാനെ, താങ്കൾ എത്രയും വേഗം ഹിമവാനിലെത്തുക. അവിടെ അത്യുന്നതവും സ്വർണമയവുമായ ഋഷഭം എന്ന പർവ്വതവും കൈലാസ ശിഖരവും കാണാം. ആ രണ്ടു ശിഖരങ്ങളുടെയും നടുക്കായി ജ്വലിക്കുന്നതും അതുല പ്രഭവുമായ എല്ലാ ഔഷധികളും നിറഞ്ഞ ഔഷധി പർവ്വതം കാണാം. ആ ഔഷധ പർവ്വതത്തിൽ നിന്ന് മഹാ ഔഷധങ്ങൾ കൊണ്ടുവരണം. മൃതസഞ്ജീവനി, വിശല്യകരണി, സുവർണകരണി, സന്താനകരണി എന്നീ 4 ഔഷധങ്ങൾ പറിച്ചുകൊണ്ട് ഉടനെ വരിക. ഔഷധി പർവ്വതത്തിൽ ചെന്ന ഹനുമാൻ സ്വാമിക്ക് ഔഷധങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അദ്ദേഹം ആ പർവ്വതത്തെ അങ്ങനെ തന്നെ അവിടുന്ന് അടിയോടെ പൊക്കി അതിവേഗത്തിൽ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചെത്തി. ആ ദിവ്യ ഔഷധങ്ങളുടെ പ്രഭാവത്താൽ മയങ്ങിക്കിടന്ന എല്ലാ വാനര ശ്രേഷ്ഠന്മാരും വാനര സൈന്യവും ഉണർന്നു. ഹനുമാൻ സ്വാമി ആ ഔഷധ പർവ്വതത്തെ വീണ്ടും യഥാസ്ഥാനത്ത് കൊണ്ടുപോയി തിരിച്ചു വെച്ചു. പിന്നീട് നടന്ന ഘോര യുദ്ധത്തിൽ കമ്പനൻ, നികുംബൻ, കുംഭൻ, മകരാക്ഷൻ എന്നീ പ്രതാപശാലികളായ രാക്ഷസന്മാരെല്ലാം വധിക്കപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇന്ദ്രജിത്ത് യുദ്ധരംഗത്തേക്ക് വന്നു. ഉടൻ തന്നെ ശ്രീരാമചന്ദ്രസ്വാമി നേരിട്ട് ഇന്ദ്രജിത്തിനെ വധിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഇത് കണ്ടു ഭയന്ന ഇന്ദ്രജിത്ത് അവിടെ നിന്നും മറഞ്ഞ് ഒരു വലിയ മായാപ്രയോഗം നടത്തി. ഇന്ദ്രജിത്ത് അവന്റെ രഥത്തിൽ തന്റെ മായ കൊണ്ടൊരു സീതയെ ഉണ്ടാക്കി അവിടെ ഇരുത്തി. വാനര സൈന്യം നോക്കി നിൽക്കെ അവളുടെ വധം നടത്താൻ തീരുമാനിച്ചു. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള നിശ്ചയം ചെയ്തിട്ട് ആ ദുർമതി സീതയെ വധിക്കുന്നതിനായി വാനരന്മാരുടെ നേർക്ക് ചെന്നു. എല്ലാവരും ഇന്ദ്രജിത്തിന്റെ ആ രഥത്തിൽ ഇരിക്കുന്ന അവൻ മായ കൊണ്ട് നിർമ്മിച്ച സീതയെ കണ്ട് ശരിയായിട്ടുള്ള സീതയാണെന്ന് തെറ്റിദ്ധരിച്ചു.
നമ്മുടെ സീതാദേവിയെ ഇവൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്നെല്ലാവരും ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ടു നിന്നു. എല്ലാവരും കാണിക്കെ ആ തേരിലിരുന്ന സീതാരൂപം രാമ രാമ എന്നുറക്കെ വിളിക്കുകയും അവർ അവളെ ഉപദ്രവിക്കുന്നതും എല്ലാവരും കണ്ടു. ഇന്ദ്രജിത്ത് പറഞ്ഞു, സുഗ്രീവനും ഹനുമാനും രാമനും ആരെ ലക്ഷ്യമാക്കിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? ആ വൈദേഹിയെ ഇതാ നിങ്ങൾ കാണുക, ഞാനിതാ വധിക്കാൻ പോകുന്നു. ഇവളെ വധിച്ച ശേഷം നിങ്ങളെയും ഞാൻ കൊല്ലുന്നുണ്ട്. അവരെല്ലാവരും കാണുക ഇന്ദ്രജിത്ത് അമായ കൊണ്ടുണ്ടാക്കിയ സീതയെ വെട്ടി ഹതയാക്കി. ഇതാ നിങ്ങളുടെ സീത മരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അവൻ ആർത്തു വിളിച്ചു. ആ രംഗം കണ്ട വാനരന്മാരെല്ലാം പേടിച്ചോടി. ഹനുമാൻ ഓടിച്ചെന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് പറഞ്ഞു, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് രാവണാത്മജനായ ഇന്ദ്രജിത്ത് രോദനം ചെയ്തുകൊണ്ടിരിക്കുന്ന സീതയെ വധിച്ചു. ഉടൻ തന്നെ വിഭീഷണൻ അവിടെ എത്തുകയും രാവണൻ ഒരിക്കലും സീതയെ ഹനിക്കുകയില്ലെന്നും ഇപ്പോൾ ഇന്ദ്രജിത്ത് ഹനിച്ചത് മായ കൊണ്ടുണ്ടാക്കിയ സീതയെ ആണ്, അല്ലാതെ ശരിയായ സീതയല്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. ഇന്ദ്രജിത്തിന്റെ മായ പ്രവൃത്തിയാണത് എന്ന് വിഭീഷണൻ അവരെ ബോധ്യപ്പെടുത്തി. മനോജവം ഒന്നുകൂടെ ചൊല്ലിക്കേ. മനോജവം മാരുത തുല്യവേഗം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ശരി, നേരത്തെ ശിരസാ സ്മരാമി എന്ന് പറഞ്ഞു പോയി തുടക്കത്തിൽ കേട്ടോ. ശിരസ് വരുമ്പോ എപ്പോഴും നമാമി പറയണം, മനസ്സ് വരുമ്പോ എപ്പോഴും സ്മരാമി എന്ന് പറയണം കേട്ടോ കേട്ടാ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു, പ്രഭാഷണം നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, ഗുഡ്. വൈഷ്ണവി ആറം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. മായ സീതയെ വാനരന്മാരുടെ മുന്നിൽ വെച്ച് കൊന്ന ശേഷം ഇന്ദ്രജിത്ത് ഉടൻ തന്നെ നികുംബല എന്ന സ്ഥലത്ത് ഒരു വലിയ യാഗത്തിലായി പോയി. നികുംബലയിൽ പോയി യാഗം നടത്തിയാൽ പിന്നെ ഇന്ദ്രജിത്തിനെ ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല അവന്റെ കയ്യിൽ ബ്രഹ്മാവ് കൊടുത്ത ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രവുമുണ്ട്. ഇതറിഞ്ഞ വിഭീഷണൻ ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറഞ്ഞു, എത്രയും വേഗം ലക്ഷ്മണകുമാരനെ ഇന്ദ്രജിത്തിനെ വധിക്കാനായി എന്റെ കൂടെ അയക്കുക. നികുംബലയിൽ ചെന്ന് അവനെ വധിച്ചാൽ പിന്നെ രാവണ സൈന്യത്തെയും രാവണനെയും വധിക്കുന്നത് നമുക്ക് എളുപ്പമായി തീരും. അല്ലാത്ത പക്ഷം ഇതെല്ലാം നമുക്ക് ദുർഗമമായിരിക്കും. അതുകൊണ്ട് വേഗം ലക്ഷ്മണനെ സൈന്യത്തോടു കൂടി എന്റെ കൂടെ അയക്കുക. ഉടൻ തന്നെ ഇന്ദ്രജിത്തിനെ വധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയും ശ്രീരാമേന്ദ്ര സ്വാമി അതിന് സമ്മതിച്ച് ലക്ഷ്മണനെയും ശ്രേഷ്ഠൻ സൈന്യത്തെയും വാനരന്മാരെയും കൂട്ടി നികുംബലിയിലേക്ക് ഇന്ദ്രജിത്തിനെ നേരിടാനായി പറഞ്ഞയച്ചു. ജ്യേഷ്ഠൻ ആയ ശ്രീരാമന്റെ അനുവാദം ലഭിച്ച ഭീമപരാക്രമനായ ലക്ഷ്മണൻ വിഭീഷണോടുകൂടി മറ്റൊരു ശ്രേഷ്ഠമായ വില്ലെടുത്ത് സന്നദ്ധനായി പോർച്ചട്ടി അണിഞ്ഞ് വില്ലും ചരങ്ങളും എടുത്ത് ഇടതു കൈയിൽ വില്ലുമേന്തി പാദങ്ങൾ തൊട്ട് വന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നെന്റെ വില്ലിൽ നിന്ന് പായുന്ന അമ്പുകൾ രാവണിയെ പിളർത്തി ഹംസങ്ങളായി പുഷ്കരണിയിലേക്ക് എന്ന പോലെ ലങ്കയിൽ പറന്നു ചെല്ലും. ഇന്ന് തന്നെ ആ രൗദ്രന്റെ ശരീരത്തെ എന്റെ മഹാചാപത്തിന്റെ നീളിൽ നിന്ന് മുക്തമാകുന്ന അമ്പുകൾ അവനെ പിളർത്തി അവന്റെ ശരീരത്തെ പൊടിപെടുത്തും. ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്ത് ബലിയർപ്പിക്കുന്ന ആ യാഗം നടത്തുന്ന പടവൃക്ഷത്തിന് താഴെ എത്തി ഇന്ദ്രജിത്തിനെ പോരിന് വിളിച്ചു. അവിടെ അതിഘോരമായ യുദ്ധം നടന്നു. ലക്ഷ്മണനും ഇന്ദ്രജിത്തും രണ്ടുപേരുടെയും പടച്ചട്ട കയറി. രണ്ടുപേർക്കും ശരങ്ങൾ കൊണ്ട്
വലിയ വലിയ മുറിവുകൾ ഉണ്ടായി. രണ്ടുപേരുടെയും ഞാണലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ഇടിമുഴക്കങ്ങൾ ഉണ്ടായി. ഇന്ദ്രജിത്ത് ഒട്ടും തളർന്നില്ല. അതിഘോരമായ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ തേരിലെ 4 കുതിരകളെ നല്ലവണ്ണം മുറിവേൽപ്പിച്ചു. അതിനുശേഷം തേരാളിയെ ഒരു ശരം കൊണ്ടു കൊന്നു. പ്രമാദി, രഭസൻ, ശരഭൻ, ഗന്ധപാപനൻ എന്ന 4 ഹരീശ്വരന്മാർ ചാടിച്ചെന്ന് രഥമെല്ലാം തകർത്തു കുതിരകളെ കൊന്നു. അങ്ങനെ ഇന്ദ്രജിത്ത് ഭൂമിയിൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. രാക്ഷസ പ്രമുഖന്മാരോട് വാനര സൈന്യത്തെ ചതയ്ക്കുവാൻ പറഞ്ഞുകൊണ്ട് സൂത്രത്തിൽ ഇന്ദ്രജിത്ത് ലങ്കയിലേക്ക് തിരിച്ചുപോയി. ഉടനെ തന്നെ വേറൊരു രഥവുമായി അതിവേഗത്തിൽ കൂടുതൽ അസ്ത്രങ്ങളോട് കൂടി തിരിച്ചു വന്ന് വീണ്ടും യുദ്ധം ആരംഭിച്ചു. ഒടുവിൽ വീരനായ ലക്ഷ്മണൻ തൂവൽ കെട്ടിയതും ഉരുണ്ടതും മൊട്ടൊഴിഞ്ഞതും ഉറപ്പേറിയതും ശരീരാന്തകരവും ദുർവാരവും തടുക്കാനാവാത്തതും രാക്ഷസന്മാർക്ക് ഭയമുണ്ടാക്കുന്നതും സർപ്പവിഷം പോലുള്ളതും ദേവസംഘം അർച്ചിക്കുന്നതും മഹാ തേജസ്വിയായ ഹരിവർദ്ധനായ ഇന്ദ്രൻ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദാനവന്മാരെ നിഹനിക്കാൻ ഉപയോഗിച്ചതുമായ യുദ്ധങ്ങളിൽ ഒരിക്കലും പരാജയപ്പെടാതെ ഐന്ദ്രം എന്ന ഉത്തമമായ അസ്ത്രത്തെ ശ്രേഷ്ഠമായ ധനുസിൽ തൊടുത്തും കൊണ്ട് ലക്ഷ്മിവാനായ ലക്ഷ്മണൻ സ്വലക്ഷ്യം സ്ഥാപിക്കാനായി ഇപ്രകാരം വാക്യം ഉച്ചരിച്ചു: ദാശരഥി രാമൻ ധർമാത്മാവും സത്യസന്ധനും പൗരുഷത്തിൽ അപ്രതിദ്വന്ദിയുമാണെങ്കിൽ രാവണിയെ സംഹരിച്ചാലും. ഇങ്ങനെ പറഞ്ഞിട്ട് കാതോലം ഞാൻ വലിച്ച ഐന്ദ്രാസ്ത്രത്തെ ശരത്തിൽ ജപിച്ചു ചേർത്ത് പരവീരഹന്താവായ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന് നേരെ അത് തൊടുത്തുവിട്ടു. അത് ഇന്ദ്രജിത്തിന്റെ ശിരസ്സെ ജ്വലിക്കുന്ന കുണ്ടലത്തോടു കൂടിയ ശിരസിനെ ശരീരത്തിൽ നിന്ന് വീഴ്ത്തി. ആ രാക്ഷസപുത്രന്റെ തോളിൽ നിന്ന് വേർപെട്ട മഹത്തായ ശിരസ് സ്വർണപ്രഭയോടെ ഭൂമിയിൽ കാണായി. രാവണാത്മജൻ ഹജനായി ഭൂതലത്തിൽ വീണു. ധരിച്ചിരുന്ന കവചവും ശിരസ്ത്രാണവും വില്ലുമെല്ലാം തുറച്ചുപോയി. അപ്പോൾ വാനരന്മാരും വിഭീഷണനുമെല്ലാം ആഹ്ലാദത്തോടെ ആർത്തു വിളിച്ചു. അന്തരീക്ഷത്തിൽ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി. ഇന്ദ്രനും സമസ്ത മഹർഷിമാരും പാപകർമാവായ രാക്ഷസൻ നിഹതനായതിൽ ഹർഷം പൂണ്ട് വളരെയധികം സന്തോഷിച്ചു. രക്തത്തിൽ കുളിച്ച നിലയിൽ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വന്ന് ലക്ഷ്മണൻ ശ്രീരാമേന്ദ്രനെ സമീപിച്ച് അഭിവാദനം ചെയ്തിട്ട് സമീപത്തിരുന്നു. വീരനായ ലക്ഷ്മണൻ മഹാത്മാവായ രാഘവനോട് ഇന്ദ്രജിത്തിനെ വധിച്ച വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ എനിക്ക് അവസരം തന്ന എന്റെ ഗുരുനാഥനായ പരമേശ്വരൻ സാറിനോടും സാമ്യരമഠത്തെ മറ്റെല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. വൈഷ്ണവിക്കുട്ടി നന്നായിട്ട് പറഞ്ഞു കേട്ടോ. കാര്യം ഏൽപ്പിച്ച കാര്യമൊക്കെ ഭംഗിയായി. ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിന് എപ്പോഴും ഉണ്ടാകട്ടെ. ഇനി ഇതിനകത്തുണ്ടോ? ഇല്ല, അടുത്ത ദിവസം അല്ലേ? ഓക്കെ, ശരി. വിസ്മയ രാമസന്ധ്യ നാമം ചൊല്ലുന്നു. വിസ്മയ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതി തുല്യവേദം ജിതേന്ദ്രിയം ബുദ്ധിമതാമനിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാഘവ മനോഹര മുകുന്ദ രാമ പാഹിമ രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ ഭക്തിമുക്തിദായക പുരന്ദരാധിജീവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ പാഹിമ. ദീനതകൾ നീക്കി നീ അനുഗ്രഹിച്ച സാദര മാനവാശികാമണേ മുകുന്ദ രാമ പാഹിമ. ശരീരമൂതുവാൻ നിലവിലോർമ്മ തോരണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹിമ. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമൂതിടുന്നിതാമയങ്ങൾ നീങ്ങുക രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹിമ.
ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ പക്ഷസാഗിതം ഭവിച്ച രാമ രാമ പായമ ധർമ്മമോട് മന്ദരം ഉയർത്തുവാനയങ്ങൂടെ കൂർമ്മമായ അവതരിച്ച രാമ രാമ പായമ പാരിടം പിളർന്നു ചെന്ന തേറ്റമേലെ ഭൂമിയെ പന്നിയായി വീണ്ടും കണ്ട രാമ രാമ പായമ നാരസിംഹരൂപമായി അവതരിച്ച നീപുര നീതിയായി രണ്ണിനെ അയച്ചു രാമപായമ ജഗന്ത്രയങ്ങൾ മൂന്നടിയായി അങ്ങനെന്നു വാങ്ങുവാൻ ചാതനായ വാമന മുകുന്ദ രാമപായമ ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമപായമ ഭൂമി പാരമാശു തീർത്ത് രക്ഷ ചെയ്വതിന്നോ ബ്രഹ്മദേവനായി വരിച്ച രാമ രാമ പാഹിമ ആകയായുധമന്നനാം ദശാരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹിമ ദുഷ്ടരാമിഷാചരാവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുദിച്ചു നീ മുകുന്ദ രാമ പാഹിമ കൗരവന്റെ ശാപമേറ്റ് കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴയ്ക്ക് മോക്ഷമിന്ദ രാമപായമ വിദേഹരാജ്യം ഉൾപ്പുകിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ച് സീതയെ വരിച്ച രാമപായമ അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ച് തുച്ഛമായ വൽക്കലം ധരിച്ച രാമപായമ ഭരതഭാഷിതം ശ്രവിച്ച വൈദ്രകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹിമ പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹിമ ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമപാഹിമ ശബരിയാശ്രമേകമിച്ച് സർവകാര്യവും ഗ്രഹിച്ച് ശബരിയും ഗതിയടഞ്ഞു രാമ രാമപാഹിമ സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമപാഹിമ ഇന്ദ്രജിത്തിനോദരത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമപായമ ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമപായമ വൽച്ചിറ തൊടുത്തു പിന്നെ വാച്ചമോദമോടുടെ പാരിതി കടന്നു ചെന്ന രാമ രാമപായമ കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമപായമ ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരാകുമാരന ലക്ഷ്മണാഗ്രിജ രജവിഭോ മുകുന്ദ രാമപായമ ദുഷ്ടനാദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട രാമ രാമപായമ രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്ക് ദർശനെ വരുത്തി വെച്ച രാമ രാമപായമ വന്യമണ്ഡലേരുന്നു സീതയെ നയിച്ചുകൊണ്ടു വന്നയോധ്യ പുക്കിരുന്ന രാമ രാമപായമ രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവെ രത്നമഞ്ചം വന്നതിൽ വസിച്ച രാമപായമ രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമപായമ ഭക്തിയോടെ സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമപായമ രാമ 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 പായമ രാമപാദം ചേരണേ മുകുന്ദ രാമപായമ. ഈ രാമായണ മാസത്തിൽ ഇങ്ങനെ സന്ധ്യനാമം ജപിക്കാൻ അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ പരമേശ്വരൻ സാറിനോടും സ്വാമിയാർ മഠത്തെ മറ്റു എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. നന്നായിട്ട് ചൊല്ലി കേട്ടോ മോളുകുട്ടി, നന്നായിരുന്നേ.
ഇനിയും ഇതൊക്കെ നമ്മുടെ അടുത്ത പരിപാടികളിലൊക്കെ ഇതുപോലെ നമുക്ക് അവതരിപ്പിക്കാം കേട്ടോ. ശരി, ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നമുക്ക് അടുത്തത് രഘുവീരഗദ്യത്തിന്റെ പ്രോഗ്രാമാണ്. അതിന് മുമ്പായിട്ട് മധുചേട്ടന്റെ 2 അനുഗ്രഹ വാക്കുകൾക്കൊക്കെ നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് രഘുവീരഗദ്യത്തിലേക്ക് പോകാം. ആരും ലീവ് ചെയ്യരുത്. മധുചേട്ടാ. ഇന്ന് 28ാമത്തെ ദിവസമാണ് രാമായണ മാസത്തില്. ഇനി 2 ദിവസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നഷ്ടഭീതി കൊണ്ട് ദുഃഖിതനാണ് സത്യം പറയുകയാണെങ്കിൽ. ഇന്ന് പ്രഭാഷണം നടത്തിയത് ഋഷികേശ് പ്രശാന്തും വൈഷ്ണവി ആറുമാണ്. സന്ധ്യാനാമം ചൊല്ലിയത് വിസ്മയ. ഭക്തിയാദരപൂർവ്വം വിസ്മയ സന്ധ്യാനാമം ചൊല്ലി കടമ നിർവഹിച്ചു. മക്കളിത് ദിവസവും ചൊല്ലാതിരിക്കരുത്. ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ്. അതിൻ്റെതായുള്ള എല്ലാ സർവൈശ്വര്യങ്ങളും കുടുംബത്തിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. കുടുംബം ഭദ്രമാവും, ശാന്തമാവും, സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനും സാധിക്കും. മക്കൾക്ക് മാത്രമല്ല, കുടുംബത്തിലുള്ള എല്ലാവർക്കും. രാമായണത്തിന്റെ നിർദ്ദേശം നമുക്ക് അത്രമേൽ ഇതാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് രാമായണ പാരായണം. അതിനകത്തെ ഓരോ വരിയും നമുക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. സഹോദര ബന്ധങ്ങളാണ്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളാണ്, കുടുംബ ബന്ധങ്ങളും എല്ലാം ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമികളെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ശേഷന്റെ ആ യുദ്ധരംഗത്തെ വാനരന്മാരുടെ പതനങ്ങളും വിഭീഷണന്റെ സാന്ത്വനപ്പെടുത്തലും ഹനുമാൻ ഹിമാലയത്തിൽ നിന്നും ഔഷധം കൊണ്ടുവന്ന് വാനരന്മാരെ പുനരുജ്ജീവിപ്പിക്കുന്നതെല്ലാം ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. പിന്നെ വൈഷ്ണവി ഇന്ദ്രജിത്തിന്റെ നിഗുമുല യാത്രയും അവിടെ വെച്ച് ലക്ഷ്മണനും വിഭീഷണനും തമ്മിലുള്ള യുദ്ധഭൂമിയിൽ വെച്ച് ഇന്ദ്രജിത്തിന്റെ വധവും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. രണ്ടുപേർക്കും ഭഗവാന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാൾ ഉപരി ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒരിക്കലും മറക്കരുത്. ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുക തന്നെ ചെയ്യണം. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഒന്നും ആരും പറഞ്ഞു തരാനൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ ശൈഥില്യമാണ് സമൂഹം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാരം വിദ്യ കട്ട് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.